കോവളത്ത് തെരുവുനായ ആക്രമണത്തിൽ 5 വയസ്സുള്ള കുട്ടിയുൾപ്പെടെ 6 പേർക്ക് പരിക്ക്. കോവളം ബീച്ചിന് സമീപത്ത് നാരകത്ത് വിളയിലാണ് തെരുവുനായയുടെ ആക്രമണം. ഈ പ്രദേശത്തിന് സമീപത്ത് ഒഴിഞ്ഞുകിടക്കുന്ന ഏക്കർ കണക്കിന് സ്ഥലമാണ് തെരുവുനായയുടെ വാസസ്ഥലം. ഈ പ്രദേശത്തു കൂടി നടന്നു പോകുന്നവർക്ക് പലപ്പോഴും തെരുവുനായയുടെ ആക്രമണം ഉണ്ടാകാറുണ്ട്. 2 നായയെ റെസ്ക്യൂ ചെയ്ത് പിടികൂടിയിട്ടുണ്ട്. വിഷബാധയുണ്ടോ എന്നും പരിശോധന നടത്തി വരികയാണ്. കാശ്മീരി സ്വദേശികളായ 5 വയസ്സുള്ള കുട്ടിക്കാണ് നായയുടെ ആക്രമണത്തിൽ പരിക്കേറ്റത്. ഒരു 15 ഏക്കറോളം സ്ഥലം ഞാൻ ഒരു സ്വകാര്യ വ്യക്തിയെ ഞാൻ കാട് പിടിച്ച് കിടക്കുകയാണ്. പല പ്രാവശ്യം നമ്മൾ അവർക്ക് അപേക്ഷ കൊടുത്തതിനും കോർപ്പറേഷനിൽ പരാതി കൊടുത്തതിനും അവർ കാട് വെട്ടില്ല. ഈ കാടിൻ്റെ ഇടയിൽ ഇഷ്ടംപോലെ പട്ടികൾ ഇങ്ങനെ വന്നിരിക്കുകയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന നമ്മുടെ എത്ര ബൈക്കിൽ പോണവരെയും നടന്നു പോണവരെയും എല്ലാം ഇന്നലെ തന്നെ 5 പേരെ കടിച്ചു. ഇന്ന് രാവിലെ ഒരു കുട്ടിയെ കടിച്ചു. അങ്ങനെ 6 പേരെ ഇന്ന് കടികൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ കോർപ്പറേഷനിൽ നിന്ന് ആളുകൾ വന്ന് ഒരു 2ഓളം പട്ടികളെ പിടിച്ചു. ബാക്കി എല്ലാവരുടെയും ചുറ്റിക്കറങ്ങി നടക്കുന്നു. ഒരു 10-25ഓളം പട്ടികളിവിടെ ഉണ്ട്. റോഡിൽ നിന്ന് ജംഗ്ഷനിലും വീട്ടിലൊക്കെ പിടിച്ചു തുടങ്ങിയപ്പോൾ എല്ലാം ഉള്ളിലോട്ട് കയറിയിരിക്കുകയാണ്. അപ്പോൾ അത് കുട്ടികൾക്ക് വളരെ ബുദ്ധിമുട്ടാണ്. രാവിലെ ഒരു കുട്ടി 5 വയസ്സായ കുട്ടിയാണ്. അത് അച്ഛനുമായിട്ട് ഇങ്ങനെ സ്കൂളിൽ പോകാനായിട്ട് വന്നപ്പോഴാണ് കടിച്ചത്. അതിൻ്റെ ആ കുട്ടിയുടെ തുട മുഴുവൻ മുറിഞ്ഞു. അപ്പോൾ അതൊരു ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ പല പ്രാവശ്യം ഈ കാട് വെട്ടണമെന്ന് പറഞ്ഞിട്ട് ആവശ്യപ്പെട്ടെങ്കിൽ ഇതുവരെ ആവശ്യപ്പെട്ടില്ല. ഒരു മണക്കാടുള്ള സ്വകാര്യ വ്യക്തിയുടെ വസ്തുവാണിത്. വളരെ കാലം കൊണ്ട് ഇങ്ങനെ കിടക്കുന്നത്. 11 ഏക്കറോളം വസ്തുവുണ്ട്. കൗൺസിലർ ഉൾപ്പെടെ സ്ഥലത്തെത്തി നായയെ പിടിക്കുവാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. തെരുവുനായയെ പിടികൂടുവാനുള്ള നടപടി ആരംഭിക്കണമെന്നും നാട്ടുകാരും അഭിപ്രായപ്പെട്ടു.